മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. എഡ്യൂക്കേറ്റർ ലേണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇപ്പോൾ SSLC റിസൾട്ട് ഒക്കെ വന്ന് +1 അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിന് വേണ്ടി ചെല്ലുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം അവർക്ക് കിട്ടുന്നുണ്ട്, അതിൽ കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പൊ കുറെ പേര് നമ്മൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു, എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പൊ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ടീച്ചർ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഈ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് എല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കാൻ ഒക്കെ ഉള്ള വഴിയായിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും ഇപ്പോ സ്പോർട്സിന്റെയോ ആർട്സിന്റെയോ ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ യെസ് കൊടുത്തിട്ട് പിന്നീട് അതിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകും. നമ്മുടെ അഡ്മിഷൻ റിജക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ പോകാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോ മെയ് 14 മുതൽ മെയ് 20 വരെ, അല്ലെ? മെയ് 14 മുതൽ മെയ് 20 വരെയാണ് നമ്മുടെ അപേക്ഷ സമർപ്പണത്തിനുള്ള തീയതി വന്നിരിക്കുന്നത്. തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. യോഗ്യതയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രായപരിധി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ വെബ്സൈറ്റ് നോട്ട് ചെയ്യുക. വെബ്സൈറ്റ് നോക്കിയേ, വെബ്സൈറ്റ് ഏതാ? കണ്ടോ? വെബ്സൈറ്റ് എല്ലാവരും നോക്കുക. ഇതാണ് അതിന്റെ വെബ്സൈറ്റ് നോക്കുക. ഇനി പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം എങ്ങനെയാണ്? പൂർണ്ണമായും ഓൺലൈൻ ആയിട്ടാണ്, അല്ലെ? അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ല? സ്കൂളിൽ പോയിട്ട് നമുക്ക് ടീച്ചേഴ്സിന്റെ ഹെൽപ്പോടുകൂടി ചെയ്യാം, അല്ലെ? അവിടെ കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് അക്ഷയ കേന്ദ്രങ്ങളാണ്. മറ്റ് ഈ സേവന കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തി അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ അപേക്ഷ അയക്കാവുന്നതാണ്. അപ്പോ അവിടേക്ക് ചെല്ലുമ്പോ അവര് നമ്മുടെ കയ്യിലേക്ക്, അക്ഷയ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോ നമ്മുടെ കയ്യിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോ നിങ്ങളിപ്പോ SSLC ആണ് പാസ്സായിട്ടുള്ളതെങ്കിൽ അവിടെ എഴുതേണ്ട കോഡ് ഇവിടെ നോക്കുക. കോഡ് SSLC ആണെങ്കിൽ 01, ഏത് ഇയറിലെ? ഈ വർഷമാണെങ്കിൽ 01. ഇനി കഴിഞ്ഞ വർഷമാണെങ്കിലോ 02 ആകും. അപ്പോ CBSE ആണെങ്കിലോ? CBSE ആണെങ്കിൽ 04, ICSE ആണെങ്കിൽ 05. ഓക്കെ, അതേഴ്സ് 07, THC ആണെങ്കിൽ 08. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ എന്താണോ അതിവിടെ കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ SSLC ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കും? കോഡ് 01. പിന്നെ എന്തെഴുതണം? SSLC എക്സാമിനേഷൻ 2025 അവിടെ എഴുതണം. ഓക്കെ. CBSE ആണെങ്കിൽ അതുപോലെ 04 എഴുതുക. ഇനി രജിസ്റ്റർ നമ്പർ, നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ, നമ്മുടെ സർട്ടിഫിക്കറ്റ് എക്സാം എഴുതുമ്പോൾ എഴുതിയ ആ നമ്പർ ഇവിടെ വ്യക്തമായിട്ട് നല്ല നീറ്റായിട്ട് എഴുതണം, നമ്മുടെ രജിസ്റ്റർ നമ്പർ. ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് 03 2025, ഈ വർഷമാണെങ്കിൽ 03 2025 എന്ന് എഴുതിയേക്കുക. 04 ഒന്നും എഴുതാനായിട്ട് വേണ്ടി പോകണ്ട, 03 ആണ്. ഇനി കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ ഇൻ വിച്ച് ദ ആപ്ലിക്കന്റ് സ്റ്റഡി ഫോർ SSLC ഓർ ഇക്വാലന്റ് എക്സാമിനേഷൻ. അപ്പൊ സ്കൂളിന്റെ കോഡാണ്, സ്കൂളിന്റെ പേരും എഴുതണം. അപ്പൊ അത് നമ്മുടെ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കുക, ടീച്ചർ കൃത്യമായി പറഞ്ഞു തരും, അതവിടെ എഴുതുക. അവിടെ സ്കൂളിന്റെ കോഡും ആ സ്കൂളിന്റെ പേരും അങ്ങനെ എഴുതിയേക്കാം. ഇനി ബോർഡ് എക്സാമിനേഷൻ, വെദർ പാസ്ഡ് ഇൻ ബോർഡ് എക്സാമിനേഷൻ. എക്സാം പാസ് ആയതുകൊണ്ടല്ലേ നമ്മൾ +1 അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ യെസ് കൊടുക്കുക. ഇനി നെയിം ഓഫ് ആപ്ലിക്കന്റ്, നമ്മുടെ പേര് അവിടെ എഴുതണം. അതെങ്ങനെ എഴുതണം? ക്യാപിറ്റൽ ലെറ്ററിൽ, ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്. ഓക്കെ, ബ്ലോക്ക് ലെറ്ററിൽ എഴുതുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിക്കാം. അൻവിക RK ഉണ്ടോ? ഇനീഷ്യൽ അടക്കം നമ്മള് പേര് ബ്ലോക്ക് ലെറ്ററിൽ എഴുതി, അത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഇനി നോക്കിക്കേ, ജെൻഡർ മെയിൽ ആണെങ്കിൽ മെയിൽ ടിക്ക് ചെയ്യുക, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഇങ്ങനെ ടിക്ക് ചെയ്തേക്കാം.
ഇനി കാറ്റഗറി നെയിം ആൻഡ് കോഡ്. കാറ്റഗറി, നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആളാണ്, ഇപ്പൊ OBC ആണോ ജനറൽ ആണോ എന്ന് വെച്ചാൽ ആ കാറ്റഗറി ഇവിടെ എഴുതാം. അത് നോക്കിക്കേ, കാറ്റഗറി കോഡ് ജനറൽ 01. ജനറൽ ആണെങ്കിൽ എങ്ങനെ എഴുതണം? കാറ്റഗറി ജനറൽ 01 എന്ന് എഴുതണം. ഇനി വെദർ എലിജിബിൾ ഫോർ EWS റിസർവേഷൻ, അതുണ്ടെന്നുണ്ടെങ്കിൽ EWS റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രം യെസ്, അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇപ്പൊ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. മുന്നോക്കത്തിൽ പിന്നോക്കം, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുള്ളവർ അവിടെ യെസ് വെക്കുക, അവർക്ക് സംവരണം ഉള്ളതാണ്. ഇനി കാസ്റ്റ് ആൻഡ് റിലീജിയൻ, നമ്മുടെ കാസ്റ്റ് റിലീജിയൻ അവിടെ എഴുതിയേക്കാം. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഒരു എക്സാമ്പിൾ, ഡേ 11, മന്ത് വരുമ്പോ ജൂൺ ആണെങ്കിൽ 06 അങ്ങനെ എഴുതുക. ഇപ്പൊ 2006 ആണെങ്കിൽ 2006, 2007 എന്താന്ന് വെച്ചാൽ അവിടെ എഴുതുക. ഇനി നെയിം ഓഫ് മദർ, നമ്മുടെ അമ്മയുടെ പേര് കൃത്യമായിട്ട് എഴുതുക. സ്പെല്ലിംഗ് ഒന്നും തെറ്റാണ്ട് ബ്ലോക്ക് ലെറ്ററിൽ തന്നെ ഇനീഷ്യൽ അടക്കം എഴുതുക. അതുപോലെ അച്ഛന്റെ പേരും നെയിം ഓഫ് ഫാദർ ഇത് എഴുതുക. നെയിം ഓഫ് ഗാർഡിയൻ, ഗാർഡിയൻ ആരാണോ അത് ആ പേരും എഴുതുക. ഇനി വെദർ ദ ആപ്ലിക്കൻ ബിലോങ്സ് ടു OEC കാറ്റഗറിയിലാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ ടിക്ക് ചെയ്യാം. ഇനി വെദർ ദ ആപ്ലിക്കൻ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അങ്ങനെ എന്തെങ്കിലും ഭാഷ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ പെട്ട ആളാണെങ്കിൽ യെസ് കൊടുക്കുക. അപ്പൊ അത് അവിടുത്തെ ലാംഗ്വേജ് ഏതാണോ, തമിഴോ തെലുങ്കോ എന്താന്ന് വെച്ചാൽ അവിടെ എഴുതാം. വെദർ ദ ആപ്ലിക്കന്റ് ഈസ് ഡിഫറെന്റ്ലി ഏബിൾഡ്, അപ്പോ എന്തെങ്കിലും നമുക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും, അതനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നോക്കിയേ, പ്ലേസ് ഓഫ് റെസിഡൻസ്, കോഡ് ആൻഡ് നെയിം ഓഫ് പ്ലേസ്. ഇത് കോഡ് ഉണ്ട്. അപ്പൊ പ്ലേസ് ഓഫ് റെസിഡൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സൈറ്റിനകത്ത് പോയിട്ട് പ്രോസ്പെക്ടസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് ചോദിക്കും. അപ്പൊ എറണാകുളം ആണെങ്കിൽ എറണാകുളം കൊടുക്കാം. എറണാകുളം കൊടുത്തു കഴിയുമ്പോൾ വരുന്ന കോഡുകൾ ഇങ്ങനെയായിരിക്കും. കണ്ടോ, സ്റ്റേറ്റ് കോഡ് 1, കേരളയുടെ 1, പിന്നെ എന്താ ഡിസ്ട്രിക്ട് കോഡ് 7, കണ്ടോ, പിന്നെ ആലുവ, കോതമംഗലം, ഇതിലേതാണോ നമ്മുടെ താലൂക്ക് അത് കൊടുക്കുക. അതുപോലെ താഴെ എന്തും കൂടി വരും, പഞ്ചായത്ത്, ഇപ്പോ ഏത് പഞ്ചായത്തിലാണോ അതിന്റെ കോഡും കൂടെ വരും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെല്ലാനും കൂടെ വരും. അപ്പൊ അത് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചിട്ട് അതനുസരിച്ച് കൊടുക്കുക. ഇനി ഇഫ് സ്റ്റേറ്റ് ഈസ് അതർ ദാൻ കേരള, കേരള അല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാടോ മറ്റോ ആണെങ്കിൽ കൺട്രി ഇന്ത്യ കൊടുക്കുക. സ്റ്റേറ്റ് ഇപ്പൊ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, കർണാടക ആണെങ്കിൽ കർണാടക എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി പെർമനന്റ് അഡ്രസ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ള ആ അഡ്രസ്സ് അവിടെ കൊടുക്കുക. പിൻകോഡ് അടക്കം കൊടുക്കുക. ഇനി അഡ്രസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ, നമ്മളിപ്പോ നിലവിൽ എവിടെയാണോ നിൽക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അഡ്രസ് എന്താണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. ഫോൺ നമ്പറൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിലേക്ക് OTP വരേണ്ടതാണ് അല്ലെ, കൊടുക്കുക. ഇനി വെദർ ഗ്രേസ് മാർക്ക് അവാർഡഡ്, നമുക്ക് എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ NCCയുടെയോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സോ അങ്ങനെ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. വെറുതെ യെസ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ എന്ത് വേണം, സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ അടിച്ചു കിട്ടും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം ചെയ്തിട്ട് നമ്മൾ കിട്ടും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഓക്കെ. ഇനി എന്താന്ന് വെച്ചാ എക്സ് സർവീസോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ഉള്ളവരൊക്കെ ടിക്ക് ചെയ്യുക കേട്ടോ. പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, ഓക്കെ, സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അപ്പോ അതില് സ്റ്റേറ്റ് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പോയിന്റുകൾ ഉണ്ട് അഡ്മിഷന്. ആ സമയത്ത് പോയിന്റുകൾ കിട്ടും. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് യെസ് കൊടുക്കാം, ടിക്ക് ചെയ്യാം. പക്ഷെ അഡ്മിഷൻ ടൈമിൽ നമ്മൾ ഇതിന്റെ എല്ലാനും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. ഇനി പാർട്ടിസിപ്പേഷൻ കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അപ്പോ ആ സമയത്ത് അതുപോലെ തന്നെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുണ്ടെങ്കിൽ കിട്ടാനായിട്ട് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്തോളാം, വൈകിക്കാതെ തന്നെ. ഇനി വെദർ ക്വാളിഫൈഡ് ഇൻ ദ നാഷണൽ സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റ് ഫോർ ദ നാഷണൽ ടാലന്റ് സെർച്ച്, എന്തെങ്കിലും
ഇതുപോലെ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ USSO LSSO USS ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യെസ് കൊടുക്കാം. ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് കാണിക്കണം അഡ്മിഷൻ ടൈമിൽ കേട്ടോ. കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ കാണിക്കണം. LSSന്റെ ഒക്കെ പഴയ സർട്ടിഫിക്കറ്റ് USSന്റെ ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടെങ്കിൽ എന്തായാലും യെസ് കൊടുക്കുക, അതിന്റെയൊക്കെ മാർക്കുകൾ കിട്ടും. അഡ്മിഷന് നമുക്കത് ഒത്തിരി ബെനിഫിറ്റ് ആണ്. ഇനി അടുത്തത് നോക്കിയ ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇപ്പോ ക്ലബുകൾ, സ്റ്റേറ്റ് സയൻസ് ഫെയർ അതിലൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ക്ലബുകളിൽ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും 2 ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടും അല്ലെ. അപ്പോ സ്കൂളിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചോളാം. അത് ഉള്ളത് നമുക്കിവിടെ ടിക്ക് ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് ചാൻസസ് ടേക്കൻ ഫോർ പാസിംഗ് ദ SSLC എക്സാമിനേഷൻ. ഇപ്പൊ ആദ്യം തന്നെ പാസ്സായതാണെങ്കിൽ അവിടെ 0-1. ഇനി രണ്ടാമത്തെ ചാൻസിലാണ് പാസ്സായെങ്കിൽ 0-2. അതിൻ്റെതായിട്ടുള്ള കൂടുതൽ ചാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്റ്റർ നമ്പറും മന്തും ഇയറും അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനിയാണ് നമ്മുടെ ഗ്രേഡ് കൊടുക്കേണ്ടതാണ്. ഗ്രേഡുകൾ ഇപ്പൊ SSLC-കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വർഷം എഴുതിയവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡുകൾ കൊടുക്കുക. അതുപോലെ ഇതിന് 2024 2007 അതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ B എന്ന് പറയുന്ന കോളത്തിലാണ് നിങ്ങളുടെ ഗ്രേഡ് കൊടുക്കേണ്ടത്. അതുപോലെ CBSE കുട്ടികളോ ICSE കുട്ടികളോ ഒക്കെ ആണെങ്കിൽ ഈ C എന്ന് പറയുന്ന കോളത്തിൽ നിങ്ങളുടെ മാർക്ക്, സബ്ജക്റ്റും ഗ്രേഡും മാർക്കും എഴുതുക. ഓക്കെ, ഓർഡറിൽ സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ എഴുതുക കേട്ടോ. ഇനിയാണ് അടുത്തത് ഇമ്പോർട്ടന്റ് ആയ കാര്യം, സ്കൂൾ കോഡ്. ഇപ്പൊ സ്കൂൾ ആൻഡ് സബ്ജക്ട് കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഏത് സ്കൂളാണ് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള പഠിക്കാൻ ഇഷ്ടമുള്ള കുറെ സ്കൂളുകൾ ഉണ്ടാവും. അതില് കറക്റ്റ് ആയിട്ട് സ്കൂൾ കോഡ് എടുത്ത് അവിടെ കൊടുക്കുക. കോമ്പിനേഷൻ കോഡും ഉണ്ട്. അപ്പൊ സ്കൂൾ കോഡ് നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ മാത്രം 50 സ്കൂൾ വരെയും കൊടുക്കാം. അപ്പൊ ഏതെങ്കിലും 1-2 കൊടുത്തിട്ട് നിർത്തുകയല്ല വേണ്ടത്. നമുക്ക് പറ്റുന്നത് കുറച്ചെങ്കിലും പഠിക്കാൻ ഇഷ്ടമുള്ള സ്കൂളുകൾ ഒക്കെ നോക്കി കണ്ടുപിടിച്ച് അവിടെയുള്ള സബ്ജക്റ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൊടുക്കുക. അപ്പൊ സ്കൂൾ കോഡ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇതുപോലെ നമ്മുടെ സൈറ്റിൽ കയറി സ്കൂൾ ലിസ്റ്റ് ഉണ്ടോ, സ്കൂൾ ലിസ്റ്റ് നോക്കി നമ്മുടെ ജില്ല എറണാകുളം ആണെങ്കിൽ എറണാകുളം കൊടുത്തപ്പോ വന്നിരിക്കുന്നതാണ് സ്കൂളുകളൊക്കെ ഇതുപോലെ വരും. അപ്പോ ഇതിലേത് സ്കൂളാണോ എന്നുള്ളത് സ്കൂൾ കോഡ് ഉണ്ടാവും. പാലിയം ഗവൺമെന്റ് HSS ചേന്ദമംഗലം കണ്ടോ 7002. അപ്പൊ അത് ആ കോഡ് എടുക്കുക. അങ്ങനെ അവിടെയുള്ള കോമ്പിനേഷൻസ് അതൊക്കെ നോക്കിയിട്ട് കോഴ്സ് കോഡൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ 7002 ആണെങ്കിൽ അത് നമ്മൾ ഇവിടെ കൊടുക്കുക, 7002 എഴുതുക. അതുപോലെ കോമ്പിനേഷൻ കോഡ് വരും. അപ്പൊ കോമ്പിനേഷൻ കോഡുകൾ നോക്കുക. ബയോമാത്സ് ആണെങ്കിൽ 01 ആണ് അതിന്റെ കോമ്പിനേഷൻ കോഡ്, 01 കൊടുക്കുക. അപ്പൊ 7002 എന്ന സ്കൂളില് 01 എന്ന കോഡ്. അങ്ങനെ നിങ്ങളുടെ സൈറ്റിൽ നോക്കി എല്ലാ കോമ്പിനേഷൻ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്കൂള് കൊടുക്കുമ്പോൾ 1, 2, 4, 5 സ്കൂൾ വരെയും കൊടുത്ത് നിർത്താതെ പിന്നെയും നമുക്ക് കുറച്ചുകൂടി പോകാൻ എളുപ്പത്തിലുള്ളതും ആയിട്ടുള്ള സ്കൂളുകളൂടെ സെലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ കിട്ടാതിരിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാതെ ആയിക്കോളും, കിട്ടാനുള്ള ചാൻസസ് കൂടിക്കോളും. പിന്നെ ഇനി നമ്മൾ പോകുമ്പോൾ കയ്യിൽ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ ഈ ആപ്ലിക്കേഷന് വേണ്ടി പോകുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ട ചില ഡോക്യുമെന്റ്സ് കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, SSLCയുടെ മാർക്ക് ലിസ്റ്റും ആധാർ കാർഡും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫോൺ എന്തായാലും വേണം, OTP വരാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ടുള്ള ഫോൺ വേണം. അപ്പൊ സർട്ടിഫിക്കറ്റുകൾ LSS USS അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് പോയാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോ എന്തായാലും അഡ്മിഷന്റെ സമയത്ത് മാത്രം നമ്മൾ എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ കൊടുത്താൽ മതി. ഈ സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാവും. ഇതൊക്കെ എന്തായാലും കയ്യിൽ വെക്കുക. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ. താങ്ക് യു.